Hello, good morning. Today we are going to discuss another topic, feasibility study. Feasibility study means the study of whether the proposed project should be feasible or not. Whether the proposed project should be feasible or not. നമ്മൾ കണ്ടെത്തിയ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് feasibility study. The proposed project should be feasible, it should come into the reality. But at the same time it is not feasible, it should be dropped. നമ്മൾ കണ്ടെത്തിയ ഒരു പ്രോജക്റ്റ് ഫീസിബിൾ ആണെങ്കിൽ സോ ഇറ്റ് ഷുഡ് കം ഇൻ ടു ദ റിയാലിറ്റി, അതിനെ നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് നോട്ട് ഫീസിബിൾ, അത് ഫീസിബിൾ അല്ല എങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡ്രോപ്പ്ഡ്, അത് നമ്മൾ അവിടെ ഒഴിവാക്കുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ കണ്ടെത്തിയ ഒരു പ്രോജക്റ്റ്, നമ്മുടെ മുന്നിൽ 3 ഓപ്ഷൻ ഉണ്ട്. ഒരു ബുക്ക് സ്റ്റാൾ തുടങ്ങാം, അതല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി കട തുടങ്ങാം, അതല്ലെങ്കിൽ ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങാം. ഇങ്ങനെയുള്ള 3 ഓപ്ഷനിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കുക. ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങാമെന്നുള്ള ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ സാധ്യതാ പഠനത്തെയാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കലായിട്ടും എക്കണോമിക്കലായിട്ടും സോഷ്യലായിട്ടും ലീഗലായിട്ടും എല്ലാ വശങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. അതിനുശേഷം ആ പ്രോജക്റ്റ്, നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള മൊബൈൽ ഷോപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റ് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമോ ഇല്ലയോ, അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള പഠനത്തെയാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. സോ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് വെദർ ദ പ്രൊപ്പോസ്ഡ് പ്രോജക്റ്റ് ഷുഡ് ബി ഫീസിബിൾ ഓർ നോട്ട്. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള പഠനത്തെ നമുക്ക് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയാം. നോക്കാം. Feasibility study simply refers to an assessment of the practicability of a proposed plan or method. ഒരു proposed plan or method or a project, അതിൻ്റെ പ്രാക്ടിക്കബിലിറ്റിയുടെ അസസ്മെൻറ്റിനെയാണ് സിമ്പിളായിട്ട് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. പ്രാക്ടിക്കബിലിറ്റി മീൻസ് എന്താ? അതിനെ യാഥാർത്ഥ്യത്തിലേക്ക് അല്ലെങ്കിൽ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്ന് അസസ്മെൻറ്റ് നടത്തുന്നതിനെ, വിലയിരുത്തുന്നതിനെയാണ് നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. ഇങ്ങനെ വിലയിരുത്തിയതിനു ശേഷം അതിൻ്റെ എക്കണോമിക്കലായിട്ടും സോഷ്യലായിട്ടും ലീഗലായിട്ടും പൊളിറ്റിക്കലായിട്ടും ഒക്കെ നമ്മൾ ഇതിനെ വിലയിരുത്തിയതിന് ശേഷം അത് നടപ്പിലാക്കാൻ പറ്റുമെങ്കിൽ, അതിൻ്റെ പ്രാക്ടിക്കബിലിറ്റി ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരും, യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരും. അതല്ലെങ്കിൽ നമ്മളത് നടപ്പിലാക്കും. അതല്ല, അതിൻ്റെ ലീഗലായിട്ടും എക്കണോമിക്കലായിട്ടും സോഷ്യലായിട്ടും ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലം ഉണ്ട് എങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യും? ആ പ്രോജക്റ്റ് അവിടെ നമ്മൾ നിർത്തിവെക്കും. അതല്ലെങ്കിൽ അത് നമ്മൾ തുടങ്ങുന്നതിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകും. ഈ ഒരു സാധ്യതാ പഠനത്തെയാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു എക്സാമിൻ ദ ഡിസൈറബിലിറ്റി ഓഫ് മേക്കിംഗ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡിസൈറബിലിറ്റി, അഭികാമ്യത ചെക്ക് ചെയ്യുന്ന പ്രവർത്തനമാണ് ഫീസിബിലിറ്റി സ്റ്റഡി. ഓക്കെ, നമ്മളൊരു പ്രോജക്റ്റ് സെലക്ട് ചെയ്തു, അതിലൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. അപ്പോൾ ആ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിൻ്റെ അഭികാമ്യത എത്രത്തോളമുണ്ട്, അത് എത്രത്തോളം ഉചിതമായിരിക്കും എന്ന് ചെക്ക് ചെയ്യുന്ന, എക്സാമിൻ ചെയ്യുന്നതിനെയാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇൻ-ഡെപ്ത് സ്റ്റഡി ഓഫ് ദ different aspects of a project to determining the viability of a project. ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വയബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതിന് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ്, നമ്മൾ പറഞ്ഞല്ലോ, എക്കണോമിക് ആസ്പെക്ട്സ് ഉണ്ട്, ലീഗൽ ആസ്പെക്ട്സ് ഉണ്ട്, സോഷ്യൽ ആസ്പെക്ട്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ച് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഇൻ-ഡെപ്ത് സ്റ്റഡി, ആഴത്തിലുള്ള ഒരു പഠനമാണ് എന്തെന്ന് പറയുന്നത്? ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ എക്കണോമിക് വയബിലിറ്റി ചെക്ക് ചെയ്യും. ഓക്കെ, എക്കണോമിക്കലി നമ്മൾ സ്ട്രോങ് ആണോ? നമ്മളൊരു 10 ലക്ഷം രൂപ മുടക്കിയാണ് പ്രോജക്റ്റ് തുടങ്ങുന്നതെങ്കിൽ ആ 10 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടോ എന്ന് നോക്കും. പിന്നീട് അതിൻ്റെ സോഷ്യൽ ആസ്പെക്ട്സ് നോക്കും. സോഷ്യൽ ആസ്പെക്ട്സ് മീൻസ് നമ്മൾ ആ ഒരു പ്രോജക്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് സമൂഹം അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ,
അതിനുശേഷം അതിൻ്റെ ലീഗൽ ആസ്പെക്ട്സ് നോക്കും. ഇങ്ങനെ വ്യത്യസ്ത ഭാഗങ്ങൾ, അതാണ് ഇവിടെ പറയുന്നത് ഡിഫറെൻ്റ് ആസ്പെക്ട്സ് എന്ന്. ഇപ്പോൾ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള വ്യത്യസ്ത ആസ്പെക്ട്സുകളെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് വളരെ ആഴത്തിലുള്ള പഠനം നടത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഠനം എല്ലാം കഴിയുന്നതോടുകൂടി നമുക്ക് എന്ത് മനസ്സിലാവും, വെദർ ദ പ്രൊപ്പോസ്ഡ് പ്രോജക്റ്റ് ഷുഡ് ബി ഫീസിബിൾ ഓർ നോട്ട്, ഇത് സാധ്യമാണോ അല്ലയോ. സോ സാധ്യമാണ് എങ്കിൽ എന്ത് ചെയ്യും, സോ ഇറ്റ് കം ഇൻ ടു ദ റിയാലിറ്റി, അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് നോട്ട് ഫീസിബിൾ, ഇത് സാധ്യമല്ല എങ്കിൽ നമ്മൾ ആ പ്രോജക്റ്റ് അവിടെ അവസാനിപ്പിക്കും. ഇങ്ങനെ ഒരു പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡിയെയാണ് നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഇമ്പോർട്ടൻസ് ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡി. സോ ഫസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈ ന്യൂ ഓപ്പർച്യൂണിറ്റി, പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചുള്ള അറിവ് നൽകാൻ സഹായിക്കും, അല്ലെങ്കിൽ കണ്ടെത്തുന്നതിന് വേണ്ടി സഹായിക്കും. പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടെത്തുന്നതിന് വേണ്ടി സഹായിക്കും. സെക്കൻഡ്, ഇറ്റ് ഹെൽപ്സ് ഡിസിഷൻ മേക്കിംഗ് ഓൺ ദ പ്രോജക്റ്റ്, ഒരു പ്രോജക്റ്റിനെ കുറിച്ചുള്ള തീരുമാനമെടുക്കാൻ സഹായിക്കും. തീരുമാനമെടുക്കാൻ സഹായിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരണോ വേണ്ടയോ. സോ ദാറ്റ് ഈസ് ദ ഡിസിഷൻ, അതാണ് തീരുമാനം. ഓക്കെ, വെദർ ദ പ്രൊപ്പോസ്ഡ് പ്രോജക്റ്റ് ഷുഡ് ബി ഫീസിബിൾ ഓർ നോട്ട്, അത് സാധ്യമാണോ അല്ലയോ എന്നതിനെക്കുറിച്ചുള്ള തീരുമാനമെടുക്കാൻ സഹായിക്കും. തേർഡ്, ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ എ വാലിഡ് റീസൺസ് ടു അണ്ടർടേക്ക് ദ പ്രോജക്റ്റ്, ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിനുള്ള ഒരു വാലിഡ് റീസൺസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നടപ്പിലാക്കിയാൽ വിജയിക്കുമോ ഇല്ലയോ, നമുക്ക് നഷ്ടത്തിലാവുമോ അതല്ലെങ്കിൽ ലാഭം ഉണ്ടാവുമോ, ഇന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു വാലിഡ് റീസൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. മറ്റൊന്ന്, ഇറ്റ് ഹെൽപ്സ് ടു എൻഹാൻസ് ദ സക്സസ് റേറ്റ് ബൈ ഇവാലുവേറ്റിംഗ് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ്, ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സിനെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ സക്സസ് റേറ്റ് എത്രത്തോളം ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ സഹായിക്കും. ഒരു പ്രോജക്റ്റ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാണ് നമ്മൾ. നമ്മുടെ എല്ലാ സ്വത്തുക്കളും വിറ്റതിന് ശേഷമോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് കടമെടുത്തോ ഒക്കെ ആയിരിക്കും നമ്മളൊരു പ്രോജക്റ്റ് തുടങ്ങുന്നത്. അങ്ങനെ നമ്മളൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്കിയിട്ട് ഒരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ അതിൻ്റെ സക്സസ് റേറ്റ് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ വിജയിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് സഹായിക്കും, ഫീസിബിലിറ്റി സ്റ്റഡി സഹായിക്കും. അതിനുവേണ്ടി മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ്, ഒത്തിരി മാർഗ്ഗങ്ങൾ നമ്മൾ ഉപയോഗിക്കാം. ഓക്കെ, അത്തരത്തിലുള്ള മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, വ്യത്യസ്ത മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് സക്സസ് റേറ്റ് എത്രത്തോളമുണ്ട്, വിജയ സാധ്യത എത്രത്തോളമുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി സഹായിക്കും. ദെൻ ഫിഫ്ത്ത്, ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദ റീസൺസ് നോട്ട് ടു പ്രൊസീഡ്, ഒരു പ്രോജക്റ്റ് നമ്മൾ ഒന്നുകിൽ നടപ്പിൽ വരുത്തും, അതല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഡ്രോപ്പ് ചെയ്യും, അതിനെ നമ്മൾ അവിടെ ഒഴിവാക്കും, അല്ലേ, നമ്മൾ പറഞ്ഞല്ലോ. സോ ഇറ്റ് ഷുഡ് ബി ഫീസിബിൾ, അത് സാധ്യമാണെങ്കിൽ എന്ത് ചെയ്യും, ഇറ്റ് ഷുഡ് കം ഇൻ ടു ദ റിയാലിറ്റി, അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് നോട്ട് ഫീസിബിൾ, സാധ്യമല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഷുഡ് ബി ഡ്രോപ്പ്ഡ്, അതിനെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ അതിനുള്ള റീസൺ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയും ഫീസിബിലിറ്റി സ്റ്റഡി സഹായിക്കും. നമ്മൾ മൊബൈൽ ഷോപ്പ് തുടങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പ് നടത്തി ലാസ്റ്റ് ഈ ഫീസിബിലിറ്റി സ്റ്റഡീസ് ചെയ്ത സമയത്ത് നമുക്ക് തോന്നുവാണ് ഈ പ്രോജക്റ്റ് നമുക്ക് നടപ്പിലാക്കിയാൽ ചിലപ്പോൾ നമ്മൾ പരാജയപ്പെടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ അത് നിർത്തും. അങ്ങനെ നിർത്തുവാണെങ്കിൽ അതിനുള്ള റീസൺ എന്താണെന്ന് മനസ്സിലാക്കാനും ഫീസിബിലിറ്റി സ്റ്റഡി സഹായിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ 5 ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡിയാണ്. ഏതൊക്കെ തരത്തിലുള്ള ഫീസിബിലിറ്റി സ്റ്റഡീസാണ് നമ്മൾ നടത്തുന്നത്? സോ ദർ ആർ 6 ടൈപ്സ് ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡി. ദിസ് ആർ ഡിസ്കസ്ഡ് ബിലോ. സാധാരണഗതിയിൽ നമ്മൾ 6 തരത്തിലുള്ള ഫീസിബിലിറ്റി സ്റ്റഡീസാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ടെക്നിക്കൽ ഫീസിബിലിറ്റിയാണ്. സെക്കൻഡ് എക്കണോമിക് ഫീസിബിലിറ്റി. തേർഡ് ലീഗൽ ഫീസിബിലിറ്റി. ഫോർത്ത് ഓപ്പറേഷണൽ ഫീസിബിലിറ്റി. ഫിഫ്ത്ത് ഷെഡ്യൂളിംഗ് ഫീസിബിലിറ്റി. ദെൻ സിക്സ്ത് സോഷ്യൽ ഫീസിബിലിറ്റി. ദിസ് ആർ ദ 6 ടൈപ്സ് ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡീസ്. ഇതാണ് 6 തരത്തിലുള്ള ഫീസിബിലിറ്റി സ്റ്റഡീസ്. ടെക്നോളജിക്കൽ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് അല്ലെങ്കിൽ ടെക്നിക്കലാണ്. ടെക്നിക്കൽ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
സോ ടെക്നിക്കൽ ആസ്പെക്ട്സ്, ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ ആസ്പെക്റ്റിനെ കുറിച്ചുള്ള പഠനമാണ് ടെക്നിക്കൽ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. സെക്കൻഡ് എക്കണോമിക് ഫീസിബിലിറ്റിയാണ്. എക്കണോമിക്കൽ വയബിലിറ്റി എത്രത്തോളമുണ്ട്, ഒരു പ്രോജക്റ്റിൻ്റെ എക്കണോമിക്കൽ പരമായിട്ടുള്ള കപ്പാസിറ്റി എത്രത്തോളമുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക് ഫീസിബിലിറ്റി. ലീഗൽ ഫീസിബിലിറ്റിയോ, സോ ടു ചെക്കിംഗ് ദ ലീഗൽ ആസ്പെക്ട്സ്, ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, ലീഗലായിട്ടുള്ള ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് ലീഗൽ ഫീസിബിലിറ്റി. ദെൻ ഓപ്പറേഷണൽ ഫീസിബിലിറ്റി, ഓപ്പറേഷണൽ എഫിഷ്യൻസി എത്രത്തോളമുണ്ട് ഒരു പ്രോജക്റ്റിൻ്റെ, അത് ചെക്ക് ചെയ്യുന്നതിനെയാണ് ഓപ്പറേഷണൽ ഫീസിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ഷെഡ്യൂളിംഗ് ഫീസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈം ആൻഡ് എൻഡിങ് ടൈം, അതല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു സമയം ഉണ്ടായിരിക്കണം അല്ലേ. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് ഡിലേ ആയി കഴിഞ്ഞാൽ ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ നമ്മൾ ഉദ്ദേശിച്ചു, അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരുപാട് ഡിലേ വന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള അതിൻ്റെ ഷെഡ്യൂളിംഗ് ആണ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഷെഡ്യൂളിംഗ് ഫീസിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ സോഷ്യൽ ഫീസിബിലിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ ആക്സെപ്റ്റൻസ് ആണ്. ഒരു പ്രോജക്റ്റിൻ്റെ സൊസൈറ്റിയിലുള്ള ആക്സെപ്റ്റൻസ് എത്രത്തോളമുണ്ട്, സൊസൈറ്റി എത്രത്തോളം ആ പ്രോജക്റ്റിനെ അംഗീകരിക്കുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് ഓരോന്നിനെയും കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് പറയാം. എന്താണ് ടെക്നിക്കൽ ഫീസിബിലിറ്റി, എക്കണോമിക് ഫീസിബിലിറ്റി, ലീഗൽ ഫീസിബിലിറ്റി, ഓപ്പറേഷണൽ ഫീസിബിലിറ്റി, ഷെഡ്യൂളിംഗ് ഫീസിബിലിറ്റി, സോഷ്യൽ ഫീസിബിലിറ്റി, ഇതിന് ഓരോന്നിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണിത്. എന്താണ് ഫീസിബിലിറ്റി സ്റ്റഡി? ഓക്കെ, നമ്മൾ പറഞ്ഞത് എന്താണ്? സോ വെദർ ദ പ്രൊപ്പോസ്ഡ് പ്രോജക്റ്റ് ഷുഡ് ബി ഫീസിബിൾ ഓർ നോട്ട്, നമ്മൾ കണ്ടെത്തിയ പ്രോജക്റ്റ് നടപ്പിൽ വരുത്താൻ പറ്റുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് ഫീസിബിലിറ്റി സ്റ്റഡി. ഓക്കെ, ദെൻ അതിൻ്റെ ഇമ്പോർട്ടൻസ്, ദെൻ ടൈപ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.